ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ഒക്ടോബർ മാസഫലം ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ ചില ഗ്രഹങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഗ്രഹമാറ്റങ്ങൾ വിലയിരുത്തുമ്പോൾ അതുപോലെ ഗ്രഹത്തിൻ്റെ ചില അസംഭവവാസങ്ങൾ, പ്രത്യേകിച്ച് സൂര്യന് ഒക്ടോബർ 2 സൂര്യഗ്രഹണം വരുന്ന സമയമാണ്. സൂര്യഗ്രഹണ വാരമാണ് ആദ്യവാരം. അതുപോലെ തന്നെ ഒക്ടോബർ 9 കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവിന് വക്രസ്ഥിതി വരുന്നുണ്ട്. അതുപോലെ 2ാം ഭാവരാശി നിൽക്കുന്ന ബുധൻ, അതുപോലെ ജന്മരാശി അധിപനായിട്ടുള്ള സൂര്യൻ, ആ സൂര്യൻ കേതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ്. അത് ആ സൂര്യന് 17 ആ കേതുവിൻ്റെ യോഗത്തിൽ നിന്ന് മുക്തനായിട്ട് 3ാം ഭാവരാശിയിലേക്ക് ആ സൂര്യൻ രാശി മാറുന്നുണ്ട്. എങ്കിലും സൂര്യന് നീചസ്ഥിതി വരുന്നുണ്ട്. അതുപോലെ ബുധൻ ഒക്ടോബർ 10 ആ കേതുവുമായിട്ട് യോഗം വിട്ട് 3ാം ഭാവരാശിയിലേക്ക് ആ ബുധന് രാശി മാറ്റം വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ അതുപോലെ ചൊവ്വാഗ്രഹം 11ാം ഭാവരാശിയിൽ ഇപ്പം നിൽക്കുകയാണ്. അത് ഒക്ടോബർ 20 12ാം ഭാവരാശിയിലേക്ക് ആ ചൊവ്വാഗ്രഹത്തിനും രാശി മാറ്റം വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ആരോഗ്യം, അവരുടെ തൊഴിൽ, അതുപോലെ ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളവയെ പറ്റിയുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത്. ഒരു പൊതു നിരീക്ഷണമായിട്ട് വേണം ഇത് കാണേണ്ടത്. കാരണം ഇതൊരു പൊതുഫലമായിരിക്കും. കാരണം ഈ കുറിലെ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ ലഗ്നക്കാർക്ക് അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി, അവർക്കിപ്പോൾ നടക്കുന്ന ദേശ, അപകാരം, ഛിദ്രം ഇവയൊക്കെ തന്നെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിലും ആ വ്യത്യാസം പ്രതിഫലിക്കും. അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ചിങ്ങക്കുറുകാരുടെയും ചിങ്ങ ലഗ്നക്കാരുടെയും ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ജന്മരാശാധിപൻ സൂര്യനാണ്. ആ സൂര്യനാണെങ്കിൽ ആദ്യവാരം ഗ്രഹണത്തിന് വിധേയമാകുകയാണ്. അതുപോലെ ഒക്ടോബർ 17 മുതൽ സൂര്യന് നീചസ്ഥിതി വരുന്നുണ്ട് 3ാം ഭാവരാശിയിൽ. അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അഷ്ടമത്തിലാണെങ്കിൽ രാഹു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അസമയത്തുള്ള യാത്ര ഒഴിവാക്കണം. പൊതുവെ ഈ ജന്മരാശ്യാധിപന് നീചസ്ഥിതിയും കൂടെ വരുന്ന ഒരു മാസമായതുകൊണ്ട് ശരീരക്ഷീണം, ബോഡി പെയിൻ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഇപ്പോൾ ഈ ജന്മരാശ്യാധിപൻ 2 നിൽക്കുന്നത്. സൂര്യന് കേതുവുമായിട്ട് യോഗം വരുന്നുണ്ട്. സൂര്യഗ്രഹണ വാരവും കൂടിയാണ്. അപ്പോൾ ഈ ഡെൻ്റൽ പ്രോബ്ലം ഉള്ളവർക്ക്, കാഴ്ച സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ 2 കേതുവും അതുപോലെ സൂര്യനും ഒക്കെ, അതുപോലെ 2 കുജൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആഹാരത്തിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ അഷ്ടമത്തിൽ ഈ രാഹുവിൻ്റെയൊക്കെ സ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ അവർ ശ്രദ്ധിക്കണം. പൈൽസ്, പിസ്റ്റുല, അതുപോലെ യൂട്ടറസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ, അവർക്കൊക്കെ ടൈംലി ആയിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ സൂര്യന് നീചസ്ഥിതി വരുന്നതുകൊണ്ട് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ആദ്യത്തെ 2 വാരം, അതായത് 12 വരെ 3 ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ആ ശുക്രൻ 4ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. അവിടെ നിന്നിട്ട് ആ ശുക്രൻ കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ കർമ്മഭാവാധിപൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു അവസാനത്തെ 2 വാരം. അതുപോലെ തന്നെ 10 ഗുരു ഉണ്ട്. ആ ഗുരു ആണെങ്കിൽ 5-ാം ഭാവാധിപനും കൂടിയാണ്. 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10 സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ യോഗകാരകനായിട്ടുള്ള കുജനാണെങ്കിൽ 11 സ്ഥിതിയുണ്ട് ഒക്ടോബർ 19 വരെ. ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൊഴിൽപരമായിട്ടുള്ള ഒരു ഗുണാനുഭവം ഈ ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം 10 ഗുരുസ്ഥിതിയുണ്ട്. ഇപ്പോൾ ഗുരുവിന് 5ഉം 8ഉം ഭാവാധിപത്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽ മാറ്റങ്ങൾക്കോ ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്ക് അവർക്ക് ഇന്ന സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ വേണമെന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ സമയം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അവസാനത്തെ 2 വാരം കർമ്മസുഖം അനുഭവപ്പെടാവുന്ന ഒരു സമയമാണ്. കാരണം കർമ്മഭാവാധിപനായിട്ടുള്ള ശുക്രൻ കർമ്മസ്ഥാനത്ത് തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതും സുഖസ്ഥാനത്ത് നിന്നാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അത് പ്രയത്നത്തിനനുസരിച്ചുള്ള ഒരു അംഗീകാരം തൊഴിലിടത്ത് ഉണ്ടാകും. അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലവും അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഗവേഷണ മേഖലയിലും അന്വേഷണ ഏജൻസികളിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. സൂര്യൻ ഗ്രഹണത്തിന് വിധേയമാകുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. അതുപോലെ ക്രമേണ ആ സൂര്യന് നീചസ്ഥിതിയിലേക്കും കൂടെ ആ സൂര്യൻ രാശി മാറുന്നുണ്ട്. അപ്പോൾ അത് ഈ സർക്കാർ തലത്തിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മേലുദ്യോഗസ്ഥര്, ഉയർന്ന ഉദ്യോഗസ്ഥര് അവരുടെ ഫയലിലൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ആ തീരുമാനത്തിന്മേൽ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ തൊഴിൽ അന്വേഷകർക്ക് ഇഷ്ടത്തൊഴിൽ നേടുന്നതിന് അനുകൂല സമയമാണ്. ഇപ്പോൾ ആഗ്രഹിക്കുന്ന തൊഴിൽ നേടണം എന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാസമായിട്ട് ഒക്ടോബർ മാസത്തെ കാണാം. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസാനത്തെ 2 വാരം അനുകൂലമായിരിക്കും എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാർക്ക്. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ശുക്രനും ബുധനും ഒക്കെ അനുകൂല സ്ഥാനത്താണ്. അതുപോലെ ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു വരുമാനം അല്ലെങ്കിൽ ലാഭം ഉണ്ടാകണമെന്നില്ല. ലാഭവും വരുമാനവും ഒക്കെ ഉണ്ടാകും, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉണ്ടാകണമെന്നില്ല. പിന്നെ എങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. ഇപ്പം നിയമപ്രശ്നങ്ങളായാലും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ പാർട്ട്നേഴ്സിനിടയിൽ ഉണ്ടെങ്കിലും അവയൊക്കെ പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. കാരണം 7-ാം ഭാവരാശി നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ പുതിയ ബിസിനസ് കരാറ് ലഭിക്കുന്നതിന് ചെറിയ ഡിലേ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശ വിപണനം നടത്തുന്നവർക്ക് നിലവിലെ സ്ഥിതി തുടരുന്നതായിട്ട് കാണുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക്. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ 9 മുതൽ ആ 10ൽ നിൽക്കുന്ന ഗുരുവിന് വക്രസ്ഥിതിയും വരുന്നുണ്ട്. ബുധനാണെങ്കിൽ വിദ്യാകാരകനും കൂടിയാണ്. ആ ബുധൻ 9 വരെ ഉച്ചരാശിയിലാണ്, 2-ാം ഭാവരാശിയിൽ. ആദ്യവാരം സൂര്യഗ്രഹണ വാരവും കൂടെയാണ്. ഇപ്പോൾ പഠനത്തിലൊരു ടെൻഷൻ ആദ്യത്തെ വാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സീനിയർ അധ്യാപകരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടർന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക്, ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തുന്നവർക്ക് പഠനത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. കാര്യങ്ങളെല്ലാം അറിയാം എന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകാം. അത് കഴിവതും ഒഴിവാക്കണം. കാരണം അത് ചിലപ്പോൾ പഠനത്തിൽ നിന്ന് അവരെ ഡൈവേർട്ട് ചെയ്യാൻ അത് വഴിതെളിക്കാം. കാരണം എല്ലാം അറിയാം എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ പഠനത്തിൽ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ അത് ഒഴിവാക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉള്ളവർ കഴിവതും ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തി വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിച്ച് പോകുന്നത് അവരുടെ പഠനത്തിൽ ഗുണനിലവാരം ഉയർത്താൻ വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ 10 മുതൽ ബുധൻ പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി. ധനപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും 2ഉം 11ഉം ഭാവാധിപൻ ബുധനാണ്.
ആ ബുധൻ 9 വരെ 2-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ ബുധന് കേതുവുമായിട്ടുള്ളൊരു യോഗം ആ 2-ലുണ്ട്. അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യനും 2-ലുണ്ട്. സൂര്യഗ്രഹണ വാരവും കൂടെയാണ്. ആദ്യത്തെ വാരം സൂര്യഗ്രഹണം നടക്കുന്നുണ്ട്. അപ്പം ധനപരമായിട്ട് ധനമൊക്കെ ഉണ്ട്, ധനവരുമാനമൊക്കെ ഉണ്ട്, സമ്പാദ്യമൊക്കെ ഉണ്ട്. പക്ഷേ ധനപരമായിട്ട് ധനം ഡീല് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ വേണം. കാരണം അതായത് ധനപാവാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നു, ജന്മരാശ്യാധിപൻ കേതുവുമായിട്ട് യോഗം വരുന്നു, അവിടെയാണ് ഗ്രഹണം വരുന്നത്, ധനസ്ഥാനത്താണ് ഗ്രഹണം വരുന്നത് എന്നുള്ളത് കൊണ്ട് ധനം ഡീല് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ യോഗകാരകനായിട്ടുള്ള കുജനാണെങ്കിൽ 11 നിൽക്കുന്ന സമയമാണ്. ആ കുജനാണെങ്കിൽ 4-ാം ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ പൊതുവെ പ്രോപ്പർട്ടി സംബന്ധമായിട്ട് പ്രോപ്പർട്ടി ഡീല് വഴിയൊക്കെ ധനാഗമം ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴിയൊക്കെ ധനാഗമം കൂടാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഒക്ടോബർ 19 വരെ അത് ധനാഗമമൊക്കെ ഉറപ്പാക്കും, ധനാഗമം കൂട്ടും. അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ 2-ൽ ദൃഷ്ടി ഉണ്ട് എങ്കിലും ആ ഗുരുവിന് 9 മുതൽ വക്രസ്ഥിതി വരികയാണ്. അപ്പം 2-ൽ വക്ര ഗുരുവിൻ്റെ ദൃഷ്ടിയാണ് വരുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ ശനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശനി 6-ാം ഭാവാധിപനും കൂടിയാണ്, കടത്തിൻ്റെ സ്ഥാനാധിപനും കൂടിയാണ്. അപ്പോൾ അതിനാൽ ആദ്യ വാരമൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ പൊതുവെ ഈ ധനവരവിൻ്റെ തോത് നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ ആകണമെന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ധനം ഡീൽ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. അതുപോലെ അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 20 മുതൽ ആ കുജൻ യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ്, അത് 12-ലേക്ക് വരുന്നുണ്ട്. അത് ചെലവ് കൂട്ടാനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ കുജൻ നീചസ്ഥിതിയിലും കൂടെയാണ്. എങ്കിലും 12-ൽ ഒരു തമോ ഗ്രഹം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി 7-ൽ വക്രത്തിൽ നിൽക്കുന്ന സമയമാണ്. 7 തന്നെയാണ് ശനി, പക്ഷെ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ 2-ൽ കേതുവുണ്ട്, അഷ്ടമത്തിൽ രാഹുവുണ്ട്. ജന്മരാശ്യാധിപൻ അവസാന 2 വാരം നീചരാശിയിൽ സഞ്ചരിക്കുന്ന സമയവും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകാം. എങ്കിലും ഇപ്പോൾ 7-ാം ഭാവാധിപൻ 7 നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വിവാഹ ആലോചനകൾ ഉണ്ടാകാം. പക്ഷേ 7-ാം ഭാവാധിപന് വക്രസ്ഥിതി വരുന്ന ഒരു സമയം കൂടെ ആയതുകൊണ്ട് വിവാഹ നിശ്ചയം ചിലപ്പോൾ നീണ്ടുപോകാം. വിവാഹത്തിന് അല്ലെങ്കിൽ ഒരു ഡിലേ ഒക്കെ അനുഭവപ്പെടുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു വേഗത ആലോചനകളിൽ ഉണ്ടാകണമെന്നില്ല. അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 9 മുതൽ ആ ഗുരുവിന് വക്രസ്ഥിതിയും വരുന്നത് കൊണ്ട് ഇപ്പോൾ 5-ൽ കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമൊക്കെ ആയതുകൊണ്ട് ഈ കമിതാക്കൊക്കെ പ്രത്യേകിച്ച് അവരുടെ പ്രണയബന്ധത്തിലൊക്കെ ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ മാനസികമായിട്ട് പൊതുവെ ടെൻഷൻ ഉണ്ടാകാവുന്ന സമയമാണ്. 20 മുതൽ ആ 7-ലേക്ക് കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയവും കൂടെയാണ്. അപ്പോൾ ജന്മരാശ്യ ഒരു പ്രത്യേകിച്ച് രാശ്യാധിപന് ഗ്രഹണസ്ഥിതിയൊക്കെ വരുന്ന ഒരു സമയമൊക്കെ ആയതുകൊണ്ട് അല്പം ടെൻഷനൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ജന്മരാശ്യാധിപൻ സൂര്യൻ 17 മുതൽ നീചരാശിയിലേക്ക് രാശി മാറുന്ന സമയവും കൂടെയാണ്. അതുപോലെ ശനി 6-ാം ഭാവാധിപനും കൂടിയാണ് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ആ ശനി വക്രസ്ഥിതനായതുകൊണ്ട് ഇപ്പോൾ 7-ാം ഭാവസംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉള്ളവർക്ക് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ വക്രശനി സഹായകമാകും എന്ന് മനസ്സിലാക്കുക. അതുപോലെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൊതുവെ ഒരു പ്രശ്നരഹിതമായിട്ടുള്ള കുടുംബജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സ്ഥിതി വരുന്നുണ്ട്. കാരണം 3-ാം ഭാവരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ആ 3-ൽ നിൽക്കുന്നു. ശുക്രൻ ക്രമേണ 4-ാം ഭാവരാശിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് പൊതുവെ ഒരു 4-ാം ഭാവത്തിലൊക്കെ ശുക്രൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോൾ ഇപ്പോൾ നമുക്ക് വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് കുടുംബ ജീവിതത്തിലെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നു. അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി 4-ലുണ്ട്, ശുക്രൻ്റെ സ്ഥിതി 4-ലുണ്ട്. അതൊക്കെ പൊതുവെ കുടുംബത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും കുടുംബസുഖം ഉണ്ടാക്കുന്നതിനുമൊക്കെ അനുകൂലമാണ്. അപ്പോൾ കുടുംബത്തിൽ സന്തോഷമൊക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക.
അതുപോലെ ഈ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പ്രത്യേകിച്ച് ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ഇഷ്ടസ്ഥാനത്ത് അത് ആണെങ്കിലും നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന ഒരു സമയം ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ 4-ാം ഭാവരാശിയിലെ വക്രശനിയുടെ ദൃഷ്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിലുള്ള പൊതുവെ കുടുംബത്തിൽ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒക്ടോബർ 12, 13, 16, 17, 24, 25 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ ഈ കുറുകാർക്ക് അത്രത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിവതും ശുഭകർമ്മങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങൾ ആ കർമ്മങ്ങൾ നടത്താൻ ഈ ദിവസങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ പുത്തൻ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത്തരം സംരംഭങ്ങൾ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് സുപ്രധാന തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇത് ഞാൻ ഈ പറഞ്ഞതെല്ലാം പൊതുവെ ഒരു ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും പൊതുഫലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സംശയം വരാമെന്നുള്ളത് ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിങ്ങലഗ്നമായിരിക്കുമോ എന്നുള്ളതാണ്. ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചിങ്ങലഗ്നം വരാം, മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം. ഇപ്പം ചിങ്ങക്കൂറും ചിങ്ങലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുവെ ഈ ഫലത്തിൽ വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. അതേസമയം എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ ആ വ്യത്യാസം ഇപ്പോൾ നടക്കുന്ന ദശയുടെയോ അപകാരത്തിൻ്റെയൊക്കെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ ചിങ്ങക്കൂറിൽപ്പെടുന്ന ചിങ്ങലഗ്നമല്ലാതെയുള്ള മറ്റു ലഗ്നക്കാർ അവർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഒക്ടോബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടും. മാത്രമല്ല നമ്മൾ കൂറിൻ്റെ ഫലത്തെക്കാളും ഏറ്റവും വെയിറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത ഉള്ളത് ലഗ്നത്തിൻ്റെ ഫലമാണ് എന്നുള്ളത് കൊണ്ട് ആ ലഗ്നഫലം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.